ഈ കഴിഞ്ഞ ദിവസം ലക്ഷ്യ എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് യഥാർത്ഥത്തിൽ വയനാട് വെച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി ചേരുകയുണ്ടായി. വളരെ നല്ല കാര്യം. കാരണം കോൺഗ്രസ് അത്തരത്തിൽ ഉള്ള വലിയ കാൽവെപ്പുകളിലേക്ക് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം, സാധാരണ എല്ലാ തവണയും ഭരണം മാറി മാറിയാണ് വരുന്നതെങ്കിൽ കഴിഞ്ഞ തവണ വളരെ UDF-നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തുടർഭരണം ഉണ്ടാവുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ആ തുടർഭരണം ഉണ്ടായി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ 91 സീറ്റുകളിൽ നിന്ന് 99 സീറ്റുകളായിട്ട് കൂടുകയുമാണ് ചെയ്തത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടി ജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് അറിയാവുന്ന UDF വലിയ മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൽ 43 സീറ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ആ 43 സീറ്റുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ LDF-ന് ഇമ്പോർട്ടൻ്റ് ആണ്, UDF-നും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ് 43 സീറ്റുകളിൽ. അവർക്കുള്ള 99 സീറ്റുകൾ എന്നുള്ളത് 98 സീറ്റുകളായിട്ടുണ്ട്. കാരണം PV അൻവർ വിട്ടുപോയതിനു ശേഷം. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള 43 സീറ്റുകളിൽ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ ഭൂരിപക്ഷമില്ല. അതായത് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചിലതൊക്കെ വലിയ ഭൂരിപക്ഷം കുറവാണ്, ചിലത് 1000-ൽ താഴെയുള്ള ഭൂരിപക്ഷമുണ്ട്. ഇപ്പോൾ അരൂരും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയും ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഭൂരിപക്ഷമൊക്കെ ആർക്ക് കിട്ടിയാലും വളരെ ചെറുതാണ്. ഉദുമയിലൊക്കെ തന്നെ 685 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന MLA-മാരുടെ മികവ് കൊണ്ട് ജയിച്ചെടുക്കാം എന്ന് പറയുന്ന പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചിലതിലൊന്നും പ്രതീക്ഷകൾ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർട്ട് കൊച്ചിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കുറവാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ കുറവാണെങ്കിൽ പോലും അവിടെ ജില്ലാ പഞ്ചായത്തിൽ ഒരു UDF-ന് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഭൂരിപക്ഷം കുറവായി തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 43 എണ്ണത്തിൽ യഥാർത്ഥത്തിൽ LDF-ഉം വലിയ തോതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് UDF-ന് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് നമ്മൾ കാണാം. UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ കനകോലു അവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 90 സീറ്റുകൾ വരെ ജയിക്കാം എന്നാണ് കനകോലു കൊടുത്തേക്കുന്നത്. പക്ഷേ കനകോലുവിൻ്റെ ഒരു നിരീക്ഷണം അവർ തള്ളിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. അത് കനകോലു നിരീക്ഷിച്ചേക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നൊരു നിരീക്ഷണമാണ് കനകോലു കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അത് അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ഇടുക്കിയിലും അതുപോലെ കോട്ടയത്തും അതുപോലെ പത്തനംതിട്ടയിലും പിന്നെ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ റീഡിംഗ് തെറ്റിപ്പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റീഡിംഗ് തെറ്റിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൽ ഈ 90ഓളം സീറ്റുകൾ ജയിക്കാം, അല്ലെങ്കിൽ 93 സീറ്റുകളിൽ ആണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ 93 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് മാത്രമായിട്ട് 65 സീറ്റുകളിലെങ്കിലും ജയസാധ്യതകളുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ 65 സീറ്റുകളിൽ തന്നെ ഇപ്പം നിലവിലുള്ള 22 MLA-മാരെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 43 സീറ്റുകൾ അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കിട്ടാത്ത പിടിച്ചെടുക്കേണ്ട സീറ്റുകൾ കൂടിയാണ് എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ, അത് LDF-ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട 43 സീറ്റുകളുണ്ട്. അതേസമയം UDF-ന് അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന 43 സീറ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ ആ 43 സീറ്റുകൾ കൂടി പിടിച്ചെടുത്താൽ യഥാർത്ഥത്തിൽ 2001-ലൊക്കെ AK ആന്റണി നേടിയിട്ടുള്ള 99 സീറ്റുകളുടെ വിജയത്തിലേക്ക് വരെ എത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അത് ഒരുമിച്ച് നിന്നാൽ മാത്രം സാധ്യമാകും എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതാണ്ട് 34ഓളം വരുന്ന സീറ്റുകളിൽ, അതായത് BJP-ക്ക് A ക്ലാസ് എന്ന് വിളിക്കാവുന്ന ഏതാണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയ ഫൈറ്റ് കൊടുക്കാൻ കഴിയുമെന്ന് ജയിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്ന 9 സീറ്റുകളേ ഉള്ളൂ, അല്ലെങ്കിൽ മാക്സിമം വന്ന 10 സീറ്റേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന സീറ്റുകളിലേക്ക് കൂടി കൃത്യമായിട്ട് ഒരു വലിയ ഫൈറ്റിന് അവർ തയ്യാറെടുക്കുന്നു. അവർ മുൻകൂട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ആലോചിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും ആദ്യമുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കിയതുപോലെ BJP-യിൽ നിന്നായിരിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 2ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മെയ് ആദ്യ വാരങ്ങളിൽ തന്നെ റിസൾട്ടും വരാനാണ് സാധ്യത. കാരണം മെയ് 20-ാം തീയതിക്ക് മുമ്പ് പുതിയതായിട്ടുള്ള MLA-മാർ അധികാരം ഏൽക്കേണ്ടതുണ്ട്.
അപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഈ സീറ്റുകളുടെ നമ്പറിലുള്ള വലിയ കാൽക്കുലേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പത്തനംതിട്ടയിൽ നിന്ന് ഇത്ര കിട്ടും, കോഴിക്കോട് നിന്ന് ഇത്ര കിട്ടും, അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഇത്ര കിട്ടും എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിശദമായ അത്തരം വീഡിയോകളുമായി ഞാൻ പിന്നീട് വരാം. എന്താണെങ്കിലും 43 സീറ്റുകൾ LDFിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും നിർണായകമാകുകയും 34 സീറ്റുകളിൽ നിന്ന് 9 എണ്ണമോ 5 എണ്ണമോ എങ്കിലും ജയിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ BJPയും എത്തിച്ചേരുന്നു. BJPയുടെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ 4 or 5 ആണ്. 5 എണ്ണം കിട്ടിയാൽ അവർ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അല്ലാതെ 9 എണ്ണമൊന്നും ജയിക്കാൻ കഴിയുമെന്ന് അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവരുടെ മാക്സിമം ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നത് 10 എണ്ണത്തിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 34 എണ്ണം പ്രഖ്യാപിക്കുകയും 10 എണ്ണത്തിൽ വലിയ നേതാക്കന്മാർ തന്നെ വരികയും അതിൽ വലിയ ഫോക്കസോടുകൂടിയുള്ള വർക്കുകൾ ഈ 2 മാസം കൊണ്ട് തന്നെ നടത്തി തീർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നവർ വിചാരിക്കുന്നു. കാരണം വലിയ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ മണ്ഡലങ്ങൾ മാറി മത്സരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളിലും കാൽക്കുലേഷൻസിലും കണക്കൂട്ടലിലുമാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വാശിയേറിയ, ഏറ്റവും വലിയ തന്ത്രങ്ങൾ ഒരുങ്ങാൻ പോകുന്ന, ഏറ്റവും വലിയ മുന്നൊരുക്കങ്ങൾ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത്. കാരണം ഇത്രയും കാലങ്ങളിൽ 5 കൊല്ലം കഴിയുമ്പോൾ മറ്റവർ ഭരിക്കും, ഒരു ആൻറ്റി ഇൻകുംബൻസി കൊണ്ട് തന്നെ അധികാരത്തിൽ വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം 15% BJP എന്ന് പറയുന്ന ഒരു പ്ലെയർ കൂടി ഉള്ളത് കൊണ്ടിട്ട് അത്ര എളുപ്പത്തിൽ ഇത് എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. കോൺഗ്രസിലെ ഹിന്ദു നായർ വോട്ടുകൾ തിരികെ കിട്ടിയെന്നും അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടിയെന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആയി തന്നെ ഈ പറയുന്ന കോൺഗ്രസിനും UDFിനും കിട്ടിയെന്നുമൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അത് നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF എങ്കിൽ യഥാർത്ഥത്തിൽ തങ്ങളിൽ നിന്ന് ഒഴുകിപ്പോയ BJPയിലേക്ക് പോയിട്ടുള്ള ഹിന്ദു, ഈഴവ, നായർ വോട്ടുകളൊക്കെ തന്നെ നിയമസഭയിലേക്ക് വരുമ്പോൾ തിരികെ വരുമെന്നും മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ കൺസോളിഡേഷനിൽ മുഴുവൻ വോട്ടുകളും ഞങ്ങൾക്ക് ചോരില്ലെന്നും പകരം കുറച്ച് വോട്ടുകളെങ്കിലും, ചെറിയ പെർസെൻറ്റേജെങ്കിലും ഞങ്ങൾക്ക് തിരികെ പിടിക്കാൻ കഴിയുമെന്നും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ തന്നെ പഴയ പോലെയുള്ള വിജയങ്ങൾ ആവർത്തിക്കാൻ കഴിയുമെന്നും ഒക്കെയാണ് CPM ഒക്കെ തന്നെ വിചാരിക്കുന്നത്. സോ നമ്പർ ചിലപ്പോൾ 99 കിട്ടിയില്ലെങ്കിലും ഒരു 85 സീറ്റുകളിലെങ്കിലും നേടി ജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ 75 or 80 സീറ്റുകളിലെങ്കിലും നേടി ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് യഥാർത്ഥത്തിൽ LDFും ഉള്ളത്. അതുകൊണ്ട് ഓരോ സീറ്റുകളും, ഓരോ സ്ഥാനാർത്ഥികളും, ഓരോ മണിക്കൂറുകളും തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വരാനിരിക്കുന്ന ഏപ്രിലിലെ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തവണ ഏപ്രിൽ 6-ാം തീയതിയാണ്, ഇപ്പോൾ ഇത്തവണ ഏപ്രിൽ 6-ാം തീയതിക്ക് 10-ാം തീയതിക്ക് മുടക്കായിരിക്കും ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്.